കേരള രാഷ്ട്രീയത്തിൽ എഴുതിത്തള്ളാൻ കഴിയാത്ത ശക്തിയായി ബി.ജെ.പി. മാറിയിരിക്കുകയാണ്. പുതിയ സർക്കാർ ഏതുമാവട്ടെ BLM കൂടെയുണ്ട്. പുതിയ സർക്കാരിന് ആശംസകൾ. രാജ്യത്തെ ഏറ്റവും വലിയ മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി, എല്ലാവർക്കും ഭവനം. BLMന്റെ ലക്ഷ്യം 2016 ഒ രാജഗോപാൽ വിജയിച്ചതൊഴിച്ചാൽ ഇതുവരെയുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ ബി.ജെ.പിയുടെ പ്രകടനം ദയനീയമായിരുന്നു. ഇക്കുറി ചരിത്രം തിരുത്തുകയായിരുന്നു ബി.ജെ.പി. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാണിച്ചത്. 3 സീറ്റിലെ വിജയം ബി.ജെ.പിയുടെ ഭാവി ശക്തമാക്കുകയാണ്. 3 സീറ്റിലെ വിജയം മാത്രമല്ല, തിരുവല്ല ഉൾപ്പെടെ 6 ബി.ജെ.പി. 2ാം സ്ഥാനത്തെത്തുകയും ചെയ്തു. പാലാ പോലുള്ള മണ്ഡലങ്ങളിൽ 3ാം സ്ഥാനത്തേക്ക് പോയെങ്കിലും വലിയ വോട്ട് വർധന ഉണ്ടാക്കിയിട്ടുണ്ട്. 2031 തെരഞ്ഞെടുപ്പിൽ ചുരുങ്ങിയത് 10 സീറ്റെങ്കിലും ബി.ജെ.പിക്ക് പ്രതീക്ഷ നൽകുന്നതാണ് നിലവിലത്തെ പ്രകടനം. ഇക്കുറി സംസ്ഥാനത്തെ 20 മണ്ഡലങ്ങളിൽ 23 മുതൽ 40.75% വരെയാണ് ബി.ജെ.പിയുടെ വോട്ട് ശതമാനം. 2036 തെരഞ്ഞെടുപ്പിൽ 3ാം സ്ഥാനത്തേക്ക് നേരിയ വ്യത്യാസത്തിൽ പോയ സീറ്റുകളടക്കം പിടിച്ച 30% സീറ്റുകൾ പിടിക്കാനുള്ള സാഹചര്യം ബി.ജെ.പിക്ക് ഒരുക്കാൻ സാധിക്കും. കേരളത്തിൽ ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം 3 സീറ്റുകളിലെ വിജയം ആത്മവിശ്വാസം പകരുന്ന ഒന്നായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇത്തവണ നേമത്തിന് പുറമെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെയുള്ള കഴക്കൂട്ടം, കൊല്ലം ജില്ലയിലെ ചാത്തന്നൂർ എന്നീ മണ്ഡലങ്ങളിലും വിജയം കൈവരിച്ചു. മറ്റു പല മണ്ഡലങ്ങളിലും തങ്ങളുടെ ശക്തമായ സാന്നിധ്യം പ്രകടിപ്പിക്കാനും ബി.ജെ.പിക്ക് കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ ഇടത് വലത് മുന്നണി സംവിധാനത്തിൽ നിന്നും ബദൽ ശക്തിയായി വളരാൻ NDAക്ക് കരുത്ത് പകരുന്നതാണ് വിജയം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രാഥമിക കണക്കനുസരിച്ച് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് വോട്ട് ശതമാനത്തിൽ NDAക്ക് 2% വർധനവുണ്ടായത്. 12.41% നിന്ന് 14.2% വോട്ട് വിഹിതം വർദ്ധിച്ചത്. എന്നാൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കിട്ടിയ 19.26% അപേക്ഷിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDAക്ക് 5.13% കുറവുണ്ടായി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 14.71% NDAയുടെ വോട്ട് വിഹിതം. ബി.ജെ.പിയുടെ വോട്ട് ശതമാനം ഏറ്റവും ഉയർന്നത് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വിജയിച്ച നേമത്താണ്, 40.75%. ബി.ജെ.പിയുടെ വോട്ട് വിഹിതം ആണ് നേമത്ത് ഏറ്റവും കൂടുതലായി നിൽക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. 3 വിജയിച്ചത്. ബി.ജെ.പി. വിജയിച്ച മറ്റൊരു മണ്ഡലമായ ചാത്തന്നൂരിൽ നോക്കിക്കഴിഞ്ഞാൽ 38.4% ബി.ജെ.പിയുടെ വോട്ട് ശതമാനം. ബി.ജെ.പിയുടെ ബി ഗോപകുമാർ 4012 വോട്ടുകൾക്കാണ് ഇവിടെ വിജയിച്ചത്. മുമ്പ് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രൻ മത്സരിച്ച മഞ്ചേശ്വരമാണ് തൊട്ടുപിന്നിൽ 36.5%. ഇവിടെ UDFന് പിന്നിൽ 2ാം സ്ഥാനത്താണ് NDA നിൽക്കുന്നത്. മഞ്ചേശ്വരത്തിന് പുറമെ കാസർഗോഡ്, പാലക്കാട്, തിരുവല്ല, ആറ്റിങ്ങൽ, മലമ്പുഴ മണ്ഡലങ്ങളിലാണ് ബി.ജെ.പി. 2ാമതെത്തിയത്. NDA വിജയിച്ചു കയറിയ 3ാമത്തെ മണ്ഡലമായ കഴക്കൂട്ടത്ത് 35.6% ബി.ജെ.പിയുടെ വോട്ട് ശതമാനം. മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനാണ് ഇവിടെ താമര വിരിച്ചത്. ശോഭാ സുരേന്ദ്രൻ മത്സരിച്ച പാലക്കാട് 30% മുകളിലാണ് വോട്ട് ശതമാനം. 33.33% ഇവിടുത്തെ ബി.ജെ.പിയുടെ വോട്ട് വിഹിതം. പിണറായി വിരുദ്ധ തരംഗവും അതോടൊപ്പം തന്നെ FCRA ബില്ലിൽ കൊണ്ടുവന്ന് ക്രൈസ്തവ സഭകളെ വെറുപ്പിച്ച ഘടകവും ഇല്ലായിരുന്നുവെങ്കിൽ തിരുവല്ലയിൽ നിന്നുകൂടി ഒരു MLA കൂടി ബി.ജെ.പിക്ക് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനൂപ് ആന്റണിയുടെ പ്രചാരണത്തിനായി എത്തിയതിലൂടെ വലിയ മുന്നേറ്റം തിരുവല്ലയിൽ ഒരുക്കാൻ കഴിഞ്ഞു. കാഞ്ഞിരപ്പള്ളി, പാല, പൂഞ്ഞാർ മണ്ഡലങ്ങളിൽ ക്രൈസ്തവ വോട്ടുകൾ പ്രതീക്ഷിച്ചതുപോലെ കിട്ടിയില്ല. കാഞ്ഞിരപ്പള്ളിയിൽ ജോർജ് കുര്യൻ കഴിഞ്ഞ തവണ നോബൽ മാത്യു മത്സരിച്ചപ്പോൾ ലഭിച്ചതിൽ നിന്ന് 2000 വോട്ടുകൾ ഒരു കുറവ് കാഞ്ഞിരപ്പള്ളിയിൽ ഉണ്ടായി എന്നതാണ് ഏറ്റവും പ്രധാന കാര്യം.